ഹലോ അസ്സലാമു അലൈക്കും റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണേ. ഹീസുട്ടൻ ഇന്നലെ ഉറങ്ങിയ സമയത്ത് ചെറിയ മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ചുമ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് ചെറിയൊരു മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഉറക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. അത്താഴത്തിനൊക്കെ എഴുന്നേറ്റതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് നമസ്കരിക്കാനായിട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് എഡിറ്റും കാര്യങ്ങളായിട്ട് പിന്നീട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് രാവിലെയാണ് കേട്ടോ വോയിസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങാറില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹീസുട്ടൻ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് കിടന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അരമണിക്കൂർ പോലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ക്ഷീണത്തിൽ കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഹീസുട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്ന് കുറുക്കൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തേക്കൊക്കെ ഇറക്കി കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആൾ എഴുന്നേറ്റപ്പോൾ. അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് അവൻ്റെ പൂച്ച കുറേ നേരമൊക്കെ തപ്പി നടക്കുമായിരുന്നേ. പൂച്ച വന്നില്ല, എവിടെയോ പോയിട്ടുണ്ട് രാവിലെ തന്നെ. അതുകൊണ്ട് കാണാത്തത് കൊണ്ട് ചുമ്മാ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കര ഫുൾ ഓൺ എനർജി ആയിരിക്കും ചില ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. വിഷമവും സങ്കടവും വാശിയും കരച്ചിലും ഒക്കെ ആയിരിക്കും. ഇന്ന് എന്തായാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്നലെ വയ്യാത്തതൊക്കെ കൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കുമെന്നേ. എന്തായാലും രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല കുട്ടിയായിട്ട് വന്ന് കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷാക്കി ബ്രഷൊക്കെ ചെയ്ത് കൊടുത്ത് അതിനുശേഷം കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇന്ന് ഹെൽത്ത് മിക്സാണ് ഏസിട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നേ. ചെറിയൊരു വെയിലേ ഉള്ളൂ. രാവിലെ തന്നെ ഒരു കാർമേഘമായിട്ട് കിടക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴ കാണുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നീട് വെയിൽ വരുന്ന സമയത്താണ് കേട്ടോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൗണ്ടിലുള്ള ഡ്രസ്സുകൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഉണങ്ങാത്തതും ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കിളികൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ ഈസുട്ടൻ ഓട്ടവും ബഹളവും ഒക്കെ തന്നെയാണ്. ചെരുപ്പിടാൻ പറഞ്ഞാൽ ഒട്ടും കേൾക്കില്ല. ചെരുപ്പിടാതെയാണ് ഇപ്പോഴുള്ള നടത്തയും ഓട്ടവും ഒക്കെ. എന്താ അവന് അതാണെന്നൊന്നും ഇഷ്ടം. എനിക്ക് ചെറിയ മുള്ളും കാര്യങ്ങളൊക്കെ കാലിൽ കൊള്ളുമോ എന്നുള്ള പേടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ചെരുപ്പിടാതെ നടക്കാനാണ്. വലിയ ഒരു കല്ലോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വലുതായിട്ടില്ലാത്ത സ്ഥലമാണ്. ഫ്രണ്ടിൽ ഫുള്ള് ഇൻ്റർലോക്ക്, പിന്നെ പുറകിലാണെന്നുണ്ടെങ്കിൽ സിമെൻ്റൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. പിന്നെ 2 സൈഡിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സീന്. നമ്മുടെ ഇരുമ്പമ്പുള്ളി ശരിക്കും പിടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ അത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നിറച്ചും പിടിച്ച് കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. നല്ല പഴുത്തിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. നോമ്പായതുകൊണ്ട് തന്നെ അച്ചാറൊന്നും ഇടാണ്ട് നല്ല രീതിയിൽ പഴുത്തൊക്കെ നിൽക്കുകയായിരുന്നേ. അങ്ങനെ മീനൊന്നും എന്നും നമ്മൾ നെത്തോലിയോ കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നെത്തോലിക്കൊക്കെ ഇടാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മളിവിടെ പുളിഞ്ചിക്ക എന്നാണ് കേട്ടോ പറയുന്നത്. ഇരുമ്പമ്പുള്ളി എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയാവുള്ളവർക്കും. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഹീസുട്ടൻ നൈസായിട്ട് അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പഴമൊക്കെ കൊടുത്തിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 11:30 ആയപ്പോൾ തന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നമസ്കരിച്ചതിന് ശേഷം ഹീസുട്ടന് ഫുഡ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉറങ്ങുന്ന നേരം കൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് മടക്കിയൊക്കെ അകത്ത് വെച്ച് ഒരു ലോഡ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും സെക്ഷൻ തിരിച്ചാണ് മടക്കുന്നത്. അങ്ങനെ മടക്കിയൊക്കെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ ഉമ്മച്ചി പുറത്ത് വെച്ചിട്ട് മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് തന്നെ കുഞ്ഞൊരു അടുക്കള ഉണ്ടെന്ന് അറിഞ്ഞില്ലേ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വന്ന് ന്യൂസൊക്കെ കണ്ടതിന് ശേഷം പുറത്ത് വെച്ചിട്ടാണ് മാക്സിമം എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത് കേട്ടോ. മെയിൻ ഫുഡുകളൊക്കെ. ബാക്കി കുറുക്ക്, ചായ, അതേപോലെ ബാക്കിയുള്ള തോരൻ, അവിയൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അകത്തും വെക്കാറുണ്ട്. ഇന്ന് നല്ല കുഞ്ഞൻ മത്തി കിട്ടിയത് കൊണ്ട് മച്ചി നല്ല വറ്റിച്ച് മീൻകറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പതിമുഖം ഇട്ടിട്ട് വെള്ളവും തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഹീസുട്ടനെ കുളിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ചോറൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഒന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ തുണിയൊക്കെ മടക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ സെറ്റായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുളിപ്പിച്ചു കേട്ടോ. ഈ കരയുന്നത് വേറെ ഒന്നിനും അല്ല കേട്ടോ, ഫുൾ കൈ ഇട്ട് കൊടുത്തതിനാണ്. ആൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഗതിയാണ് ഫുൾ കൈയുള്ള ഡ്രസ്സുകൾ ഇടുന്നത്. സ്ലീവ്ലെസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിളാണ് ആൾക്ക്. പക്ഷേ എപ്പോഴും കൊതുക് ഇങ്ങനെ പുറകെ നടക്കുന്നത് കൊണ്ട് ഞാൻ
കൂടുതലും ഭയങ്കരമായിട്ട് വയ്യായ്ക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊതുകിൻ്റെയൊക്കെ ശല്യം കൂടുതലുള്ള സമയത്ത് ഇങ്ങനെ ഫുൾ കൈ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ കൈയൊക്കെ മടക്കി വെച്ച സമയത്ത് ആളൊന്നും ഓക്കെ ആയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് സ്നാക്ക് ടൈം ആയ സമയത്ത് കുറച്ച് കുക്കീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുക്കീസൊക്കെ കുറച്ച് നേരം അവൻ്റെ ഹൈഡിയൊക്കെ കണ്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് അസറൊക്കെ നമസ്കരിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരത്തെ തന്നെ ഇഫ്താറിനുള്ള പണികളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമസ്കരിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം ഇന്ന് സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പൈനാപ്പിൾ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ സമൂസ ഷീറ്റ് വെച്ചിട്ടൊരു ഈസി ആയിട്ടുള്ളൊരു മുട്ട പപ്സിൻ്റെ റെസിപ്പിയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് കട്ട് ചെയ്യാനായിട്ട് എടുത്ത സമയത്ത് പിച്ചാത്തി ഒട്ടും മുറിയുന്നുണ്ടായിരുന്നില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ. പിന്നീട് നല്ല മൂർച്ചയുള്ളൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെക്കണം കേട്ടോ. ആ ഒരു മുള്ളൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇതിങ്ങനെ സ്ക്വാഷ് ആക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ എനിക്കും അതേപോലെ തന്നെ ഉമ്മച്ചിക്കും നല്ല അലർജിയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞുനാളിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതെന്ന് വെച്ചാൽ പൈനാപ്പിളാണെന്ന് പറയുമായിരുന്നേ. കാരണം എനിക്ക് കഴിക്കാനായിട്ട് പറ്റത്തില്ല. കഴിച്ച് കഴിഞ്ഞാൽ ചുണ്ടും അതേപോലെ മുഖവും ഒക്കെ ചുമന്ന് തടിച്ച് വരും. ചെറിയ ചെറിയ കുരുക്കൾ പോലെ ആയി വരും. പിന്നെ അന്നത്തെ ദിവസം ചൊറിഞ്ഞ് നടക്കുകയായിരിക്കും. അപ്പോൾ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ കഴിച്ച് കഴിഞ്ഞുള്ള അവസ്ഥ ഭയാനകരവുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പൈനാപ്പിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു പേടിയാണ്. അതിന് ശേഷം കുഞ്ഞുനാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇതേപോലെ പൈനാപ്പിൾ കിട്ടുന്ന സമയത്തൊക്കെ ഉമ്മച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഫോർക്കുമായിട്ടൊരു പ്ലേറ്റിലിട്ട് തരുമായിരുന്നു. അത് ഭയങ്കര ശ്രദ്ധയോടുകൂടി ചുണ്ടിലൊന്നും ആകാതെ സൂക്ഷിച്ച് കഴിക്കുമായിരുന്നേ. ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്ത് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായിട്ട് അങ്ങനെ കഴിക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതേപോലെയാണ് കഴിച്ച് കഴിഞ്ഞാൽ തൊണ്ട ചൊറിച്ചിലും മുഖത്തെല്ലാം തടിപ്പ് വരികയും ചുവപ്പ് വരികയൊക്കെ ചെയ്യും. വല്ലാത്തൊരു സങ്കടമാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫ്രിഡ്ജിലും കൂടെയൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. നല്ല രീതിയിൽ ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ എനിക്ക് വരും. എന്തോ അലർജിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊരു സ്ക്വാഷ് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. സ്ക്വാഷ് ആക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഡെൻസിറ്റി കുറയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2-3 തവണ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എന്തൊക്കെയോ ഒരു ചെറിയൊരു വ്യത്യാസം പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഇന്ന് പൈനാപ്പിൾ ഇന്നെങ്കിലും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ചീത്തയായി പോകുന്നുള്ളതുകൊണ്ട് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് സ്ക്വാഷ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലോണം നമ്മുടെ പൈനാപ്പിൾ അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇത് ചായ പൊങ്ങുന്നത് പോലെ പൊങ്ങി വരുവേ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നിൽക്കണം. അപ്പോൾ ഇളക്കിയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് തന്നെ കുറച്ച് നാരങ്ങയും പിന്നെ നച്ചുമാടെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ചൈനീസ് ഓറഞ്ച് ഉണ്ടായിരുന്നു. അതും കുറച്ച് ഇഞ്ചിയും മിൻറ്റും എല്ലാം കൂടി ഇട്ടിട്ട് അതും ഒന്ന് രണ്ടാമത്തെ സെക്ഷനിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. കുരുവൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള നാരങ്ങയും നമ്മുടെ ആ ഒരു ചൈനീസ് ഓറഞ്ചുമായിരുന്നു. അതിനുശേഷം അതും കൂടി ചേർത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു. സൈഡിൽ ഞാൻ മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ പപ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊങ്ങിക്കളയും കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ എടുത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതിനിടയിൽ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പപ്സ് റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. എന്നാൽ വലിയ മിനക്കേടും കാര്യങ്ങളൊന്നും ഇല്ല. നോർമൽ നമ്മുടെ മുട്ട പപ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവൊക്കെ സെറ്റാക്കുന്നത് വല്ലാത്തൊരു പാടാണ്. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ആ ഒരു സമൂസ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് തട്ടിക്കൂട്ടായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇത് ഞാൻ സൗദിയിൽ നിന്ന സമയത്തും ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനിടയിൽ തന്നെ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ തിളച്ചൊക്കെ വന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുകയാണ്. സമയമാകുന്ന സമയത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണ്ട ഐസ് ക്യൂബോ കാര്യങ്ങളോ ഇട്ടിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. ഇനി ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മുട്ട പപ്സിനുള്ള ഉള്ളിയുടെ ആ ഒരു മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തു. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ കട്ട് ചെയ്ത സമയത്ത് കുറച്ച് ചില പീസൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം
സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. തക്കാളി ഇടുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആവും. സോസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ചേർത്തുള്ളത്. ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് എല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കുക. അതിന് ശേഷം മാറ്റി വയ്ക്കുക കേട്ടോ. കുറച്ച് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി തൂവി കൊടുക്കുക. അതിന് ശേഷം മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മുടെ സമൂസ ലീഫ് എടുക്കുക. ലീഫ് എടുത്തതിന് ശേഷം അങ്ങനെ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ കുരിശിൻ്റെ ആ ഒരു രൂപത്തിൽ എടുക്കുക. പിന്നെ മെയിനായിട്ട് വേണ്ടത് ബാറ്റർ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ. നമ്മുടെ സമൂസ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഫോൾഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് മെനക്കെട്ട പണിയായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് മൈദ മാവോ അല്ലാന്നുണ്ടെങ്കിൽ കടലമാവോ ഏതെങ്കിലും ഒന്ന് എടുത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒട്ടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. കാരണം മറ്റേ സമൂസ ചെയ്യുന്ന പോലെ അല്ല കേട്ടോ, 4 സൈഡും എണ്ണ കയറാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പണി പാളാതിരിക്കാനും എണ്ണ കുടിച്ചിട്ടുള്ള ഒരു മുട്ട പപ്സ് ആവാതിരിക്കാനും നല്ലോണം ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. 4 സൈഡും ക്രോസ് ചെയ്തിട്ട് ലീഫ് വെച്ചതിന് ശേഷം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ 2 ലീഫ് വെക്കുക കേട്ടോ ഒരു സൈഡിൽ തന്നെ. അതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. നടുക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. മുട്ട കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഫോൾഡ് ചെയ്യുക. അതിനുശേഷം 4 സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 1 or 2 ഒക്കെ നിങ്ങൾക്ക് ഒറ്റ ലീഫ് വെക്കുന്നതിന് പകരമായിട്ട് 1 or 2 എടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തിളച്ച എണ്ണയിലേക്കിട്ട് 2 സൈഡും ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഭയങ്കര ഈസിയാണ് കേട്ടോ. എന്നാൽ ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കുഞ്ഞുമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. ഹേസുവിനാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടാക്കിയ സമയത്ത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇതെന്തായാലും ചിക്കനും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. പിന്നെ സമൂസ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഐഡിയ തോന്നിയിട്ട് ഇത് ചെയ്തതാണ്. സംഭവം ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഉണ്ടാക്കാറുണ്ട്. കട റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെയാണ്. ഭയങ്കര സിമ്പിളാണ്. എന്നാൽ എല്ലാവരും വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതുമാണ്. ഒരു വെറൈറ്റിയാണ്. നമുക്ക് പപ്സ് ആണോ എന്ന് വെച്ചാൽ പപ്സ് അല്ല, സമൂസ ആണോ എന്ന് വെച്ചാൽ സമൂസയല്ല. ഒരു രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഒരു ഫില്ലിങ് കഴിക്കുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ആ ഒരു മുട്ട പപ്സ് ഓർമ്മ വരുവേ. ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു സീക്രട്ട് നമ്മുടെ ടൊമാറ്റോ സോസാണ് കേട്ടോ. അങ്ങനെ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട, ചെറിയൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നേരെ തന്നെ ടേബിൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. ഫ്രൂട്ട്സൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജ്യൂസ് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. പിന്നെ ഫ്രൂട്ട്സ് മുന്തിരിയും തണ്ണിമത്തനും ആപ്പിളും ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്തു. അതിന് ശേഷം എല്ലാം ടേബിളൊക്കെ ചെയ്തു. ഹേസുട്ട് നേരത്തെ തന്നെ വന്നിരിക്കുകയായിരുന്നേ. ഇന്ന് ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം എല്ലാം ടേബിൾ ചെയ്ത് വെച്ച സമയത്ത് ഹേസുട്ടനും വന്നിരുന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് പറഞ്ഞേ. ഇന്നൊരു കോമഡി ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാം ട്രൈപ്പോഡും എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് വീഡിയോ പക്ഷേ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊരു വല്ലാത്ത പണിയായിപ്പോയി. ഇന്ന് ഒരുപാട് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ അന്ന് തന്നെ നമ്മുടെ വീഡിയോ ഓണായിട്ടുണ്ടായിരുന്നില്ല. എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. ഞാൻ ഓണാക്കാനായിട്ട് മറന്നുപോയതാണോ അതേ ഇനി ഓണാക്കിയിട്ട് ഓണാവാത്തതാണോ എന്ന് എനിക്കറിയാൻ വയ്യ. വീഡിയോ ഓണായിരുന്നില്ല കേട്ടോ. വല്ലാത്തൊരു സങ്കടമായിരുന്നു അത്. കാരണം സ്ക്വാഷ് ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിയാക്ഷനൊക്കെ സൂപ്പർ എന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സമൂസയും കാര്യങ്ങളും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമൂസ അല്ല, നമ്മുടെ പപ്സ്. അപ്പോൾ പപ്സൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഹേസോട്ടിനാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ഇടപെടാതെ അവിടെ സൈഡിലിരുന്ന് പൈനാപ്പിൾ ജ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് കളിക്കുകയായിരുന്നു. ഞാൻ നമസ്കരിക്കാനായിട്ട് കയറിയ സമയം കൊണ്ട് ആൾ നല്ലോണം വെള്ളത്തിൽ കളിച്ചിട്ട് ദേഹമൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കുറുക്കൊക്കെ കൊടുത്തു. ഞാൻ പോയി ഫ്രഷായി. പിന്നീട് ഹേസോട്ടൻ്റെ ദേഹമൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ നമ്മുടെ പുതിയ ഡ്രസ്സ് ഏസുട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാനിനി പോയി ഫ്രഷ് ആവട്ടെ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.